സമാധി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഇപ്പോഴത്തെ പേരിൽ വിളിക്കുന്ന മെഡിറ്റേഷനാണ് യഥാർത്ഥത്തിൽ സമാധി. അപ്പോൾ അത് ധ്യാനത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ സാധാരണ എല്ലാ പെരുമാറ്റം പോലെ തന്നെ പെരുമാറ്റം. അങ്ങനൊരു സമാധി ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. മഹാസമാധി എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്, പിന്നെ തിരിച്ചു വരവൊന്നുമില്ല. ഭഗവാന്മാർക്ക് പോലും തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. പിന്നെ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ അക്കൗണ്ട് ചെയ്തിട്ട് വേണ്ട തീരുമാനിക്കാൻ. നമ്മളൊക്കെ എൻസിലോഗ്രാഫ് എടുത്തിട്ടുള്ളതാണ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ. നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്ന പോലെയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ നോട്ട് മെഡിറ്റേറ്റ് ഓൺ ക്രോസ് റോഡ്സ് എന്നുണ്ട്. വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്നാൽ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വരാം എന്നുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നതല്ല ഈ മെഡിറ്റേഷൻ. വെറുതെ ഒഴുകുന്ന ഒരു പുഴേൻ്റെ തീരത്ത് പോയിട്ട് അവിടുത്തെ മീനുകളെ നോക്കിയിരിക്കുക, അക്വേറിയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അക്വേറിയത്തിൻ്റെ മീനുകൾ ഇങ്ങനെ നോക്കുക. അപ്പം നമ്മുടെ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ നോർമൽ പ്രഷർ ആവും. നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്നുള്ള പ്രാരബ്ധത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴല്ലേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ കാർ ഓടിക്കുമ്പോൾ പഠിക്കുന്ന ഒരാൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഓടിച്ച് ശീലാകുമ്പം പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇപ്പോൾ ബാക്കിൽ വർത്താനം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക, ഞാൻ ഓടിക്കാന്ന് പറയില്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ തബല അടിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റൂലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളാണ് മെഡിറ്റേറ്റർ. നമ്മുടെ ധാരണ ഇപ്പം സാധാരണ പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്യുന്ന ആദ്യം ഒരു ഇലക്ഷൻ്റെ തോറ്റു, എന്താ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ ആകുമ്പോൾ ഇലക്ഷൻ്റെ തോറ്റാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് കുറേ പ്രാവശ്യം തോറ്റതല്ലേ. നമ്മൾ ജീവിക്കുന്നത് ധ്യാനിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, പണിയെടുക്കാനാണ് ജീവിക്കണത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് ഗുണമില്ലാണ്ട് കുറേ തിന്ന് കൂട്ടിയിട്ട് പിന്നെ സ്ഥിരമായിട്ട് ധ്യാനിച്ചിരുന്നുകൊണ്ട് എന്താ ഗുണം, ആർക്കാ ഗുണം? പരിശീലനത്തിൽ തേടേണ്ടതല്ല, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ മെഡിറ്റേറ്റീവായിട്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് ശരിക്കും മെഡിറ്റേറ്റർ. അല്ലാതെ ഒരു പണിയും ചെയ്യാണ്ട് കണ്ണും പൂട്ടി ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് ഞാൻ നമ്മളെ പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നത്. അല്ല, വളരെ കാഷ്വലായിട്ട് നമുക്ക് ജീവിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്ന തരത്തിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ മെഡിറ്റേഷനിലേക്ക്, സമാധിയിലേക്ക് എത്താൻ സാധിക്കുക. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ഓരോ ഭഗവത്ഗീതയുടെ ചാപ്റ്റർ എത്തിയിട്ട് അവസാനം 18ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴേ ആ ഒരവസ്ഥയിലേക്ക്, കൈവല്യാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മഹർഷി, ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റർ എങ്ങനെയാവും സമാധിസ്ഥസ്യ ലക്ഷണം എന്നൊക്കെ പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് പറയുന്നത് സ്ഥിതതീർ മുനിരുച്ചതെന്നാണ്. ദുഃഖേഷു അനുദിഗ്ധമന സുഖേഷു വിഗത സ്പൃഹ വീതരാഗഭ, ഇതെല്ലാം ദിവസവും ഉണ്ടാവും. പക്ഷെ അതിനെ ക്രമീകരിച്ച് കൊണ്ടുവന്ന് ശീലായി പതുക്കെ അവസാനം എത്തുന്നൊരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കണ്ണടച്ചിട്ട് 1 മണിക്കൂർ ഇരുന്നിട്ട് മെഡിറ്റേറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുക, എന്നിട്ട് ബസ് വരുമ്പോൾ ഓടി കയറാൻ വേണ്ടിയിട്ട് ഓടുക. അതിലർത്ഥമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ എവിടെയും ഉള്ളതല്ല. എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രമേ. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ബ്രഹ്മാവ്. ഭഗവത്ഗീതയിലും പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നതാണ് ഭഗവാൻ എന്ന് തന്നെയാണ് അവസാനം. അർജുനനാകുന്ന കർമ്മവും അതിൽ ഞാനാകുന്ന ശ്രദ്ധയും ചേർന്നാൽ നിങ്ങൾക്ക് വിജയം വരും എന്ന് ഭഗവാൻ പറയുമ്പോൾ, ആ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മീയമായിട്ടുള്ള ചിന്തകളിലൂടെ ഞാൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സിദ്ധിക്കുന്നതാണ് എൻ്റെ സുഖവും സമാധാനവും സന്തോഷവും വിജയവും പ്രശസ്തിയും ഒക്കെ എന്നാണ്. ആ അവസ്ഥയിലേക്ക് എത്തുകയാണ് അൾട്ടിമേറ്റ്ലി. അത് അഷ്ടവക്ര ഗീതയായാലും എല്ലാ ഗീതയിലും അവസാനം പറയുന്ന അദ്വൈത സിദ്ധാന്തം തന്നെയാണ്. അത് കാരണം പഠിച്ച് വന്ന അവസാനം മേലിലെത്തുമ്പോഴത്തേക്കല്ലേ, LKG പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവില്ലല്ലോ. ഇതെല്ലാം ഒരു കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമാണ് അളവ്. ഞാൻ ഡോക്ടർ PhD മാത്തമാറ്റിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിലുള്ള സബ്ജക്ട്. മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ഫിസിക്സിൽ പിന്നെ PhD ചെയ്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതും ഫുള്ള് മാത്തമാറ്റിക്സ് തന്നെയാണ്. MSc മാത്തമാറ്റിക്സ്, പിന്നെ PhD MPhil മാത്തമാറ്റിക്സ്, പിന്നെ PhD ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ. അതിൽ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്ന ബ്ലഡൊക്കെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ടെമ്പറേച്ചർ മാറ്റുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ, റേഡിയേഷൻ, അതിൽ കുറേ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ വരും.